ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാനുള്ള അടുത്ത ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഉള്ളിൽ നമ്മൾ ഓതന്റിക്കേഷൻ ആവശ്യമായ കാര്യങ്ങളായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദാറ്റ് മീൻസ് വി നീഡ് ടു എൻഷുർ ദ ഓതന്റിസിറ്റി ഓഫ് ദ പേഴ്സൺ ഹൂഎവർ ഇസ് ഇൻവോൾവിംഗ് ഇൻ ദ നെറ്റ്വർക്ക്. ഓക്കെ, ദാറ്റ് മീൻസ് സെൻഡർ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ അയാൾ ഓതന്റിക്കേറ്റഡ് പേഴ്സൺ ആണ് എന്നുള്ളത് റിസീവറിനെ ബോധിപ്പിക്കേണ്ട ആവശ്യകത സെൻഡറിന് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അതിന്റെ ഏതൊക്കെ പ്രിൻസിപ്പിൾസ്, ഏതൊക്കെ മെക്കാനിസംസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നാളും നോക്കിക്കൊണ്ടിരുന്നത്. പല ഓതന്റിക്കേഷൻ മെക്കാനിസംസ് ഉണ്ടായിരുന്നു. അതിനകത്ത് വരുന്നതായിരുന്നു മാക് കോഡിന്റെ കൺസെപ്റ്റ്, ഹാഷ് ഫംഗ്ഷന്റെ കൺസെപ്റ്റ്, പിന്നെ യൂഷ്വൽ എൻക്രിപ്ഷൻ പ്രോസസ്സിന്റെ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഹാഷ് ഫംഗ്ഷന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. അതായിരുന്നു സെക്യൂർ ഹാഷ് അൽഗോരിതത്തിന്റെ കൺസെപ്റ്റും MD5 സെക്യൂർ ഹാഷ് അൽഗോരിതവും ബോത്ത് ഓഫ് ദം മെയിൻലി ഫോക്കസസ് ഓൺ hash function concept in order to ensure the authenticity of the message. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നോക്കാനുള്ളത് ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ കൺസെപ്റ്റ് ആണ്. എങ്ങനെ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഓതന്റിസിറ്റി ഓഫ് ദ മെസ്സേജ്, ദാറ്റ് മീൻസ് ദ പീപ്പിൾ ഹു അവർ ഇസ് ഇൻവോൾവിംഗ് ഇൻ ദ നെറ്റ്വർക്ക് അവർ ഓതന്റിക്കേറ്റഡ് ആണെന്നുള്ളത് എങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇത്രയും നാളും പഠിച്ചിരുന്ന ഓതന്റിക്കേഷൻ മെക്കാനിസംസ് എല്ലാം ശരിക്കും എന്ത് ചെയ്തിരുന്നു? നമ്മുടെ ഒരു എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജ്, ദാറ്റ് മീൻസ് ഒരു ഈ പറയുന്ന പീപ്പിൾ എല്ലാം ഓതന്റിക്കേറ്റഡ് ആണ് എന്നുള്ളത് മൂന്നാമതൊരാളെ ബോധിപ്പിച്ചിരുന്നു, അല്ലാതെ പരസ്പരമല്ല ശരിക്കും ബോധിപ്പിച്ചിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് മീൻസ് സെൻഡർ ജെന്യുവൻ പേഴ്സൺ ആണ് എന്നുള്ളത് ശരിക്കും ഒരു എന്ത് പറയാനാ, ഒരു നെറ്റ്വർക്കിൽ ഇൻവോൾവ് ചെയ്യുന്ന മറ്റ് പല എൻറ്റൈറ്റീസിനുമായിരുന്നു ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത്. ഓർ ദ റിസീവർ ഇസ് ജെന്യുവൻ പേഴ്സൺ എന്നുള്ള തേർഡ് പാർട്ടീസ്, ദാറ്റ് മീൻസ് അതർ ദാൻ സെൻഡർ ആൻഡ് റിസീവറിനായിരുന്നു ശരിക്കും കൺഫർമേഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. ശരിക്കും സെൻഡർ ജെന്യുവൻ പേഴ്സൺ ആണോ എന്നുള്ളത് റിസീവറിനോ, റിസീവർ ജെന്യുവൻ പേഴ്സൺ ആണോ എന്നുള്ളത് സെൻഡറിനോ ഒരു കൺഫർമേഷനും കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ കൺസെപ്റ്റിലോട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതുവരെയും പഠിപ്പിച്ച മെസ്സേജ് ഓതന്റിക്കേഷൻ മെക്കാനിസംസ് എല്ലാം ഈ പറയുന്ന എൻറ്റൈറ്റീസ്, ദാറ്റ് മീൻസ് either the sender or the receiver were found authenticated in front of the third parties. മനസ്സിലായി? സെൻഡറും റിസീവറും അല്ലാതെ മറ്റൊരാളുടെ മുന്നിലായിരുന്നു ഇവർ ഓതന്റിക്കേറ്റഡ് ആണ് എന്നുള്ള ക്ലാരിഫിക്കേഷൻ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇവർ തമ്മിൽ പരസ്പരം ഓതന്റിക്കേറ്റഡ് ആണോ എന്നുള്ളതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻസ് നമ്മൾ ചെയ്തിരുന്നില്ല. ഓക്കെ, ആ മെത്തേഡ്സിലെല്ലാം. അതുകൊണ്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ മുന്നോട്ട് കൊണ്ടുവന്നത്. അവർ തീർച്ചയായിട്ടും ഈ പറയുന്ന രണ്ടാൾക്കാർ, സെൻഡറും റിസീവറും തമ്മിൽ ഓതന്റിസിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും ചെയ്തിരുന്നു. Okay, so it is almost similar to that of the handwritten signature, and it provides security capabilities that will be difficult to be implemented in any other way. That means നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ലെറ്റർ എഴുതി സൈൻ ചെയ്യുന്നത് പോലത്തെ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അതിന് സെക്യൂരിറ്റി, ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ കൺസെപ്റ്റ് വെച്ച് നമ്മൾ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് വേറൊരാൾക്കും ഇതിനെ ഒരു രീതിയിലും അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്ന കൺസെപ്റ്റാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിനകത്ത് കൊണ്ടുവരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഡിജിറ്റൽ സിഗ്നേച്ചർ ഒരു ഓതന്റിക്കേഷൻ മെക്കാനിസംസ് ആണ്. ദാറ്റ് മീൻസ് ശരിക്കും ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്ന സെൻഡർ ജെന്യുവൻ പേഴ്സൺ ആണ് എന്നുള്ളത് റിസീവറിനെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ശരിക്കും ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ കൊണ്ടുവരുന്നത്. എന്ന് വെച്ച് ആ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ഓതന്റിസിറ്റി, ദാറ്റ് മീൻസ് സെൻഡറിന്റെ ഓതന്റിസിറ്റി മാത്രമല്ല ശരിക്കും നമ്മൾ എൻഷുർ ചെയ്യുന്നത്. ഈ പറയുന്ന ഓതന്റിസിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ സിഗ്നേച്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ ഡിജിറ്റൽ സിഗ്നേച്ചറും പ്രൊട്ടക്റ്റഡ് ആവണം, അതും സെക്യൂർഡ് ആവണം. അതൊരിക്കലും ഒരാളുടെ കയ്യിൽ എത്തിപ്പെടാൻ പാടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരാണ് ജെന്യുവൻ പേഴ്സൺ, അവരാണ് ശരിക്കുമുള്ള ജെന്യുവൻ സെൻഡർ എന്നുള്ള ധാരണയിൽ വേണമെങ്കിൽ അവർക്കും റിസീവറിന് മെസ്സേജ് അയക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതൊരു കാരണവശാലും ഡിജിറ്റൽ സിഗ്നേച്ചർ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല. ഡിജിറ്റൽ സിഗ്നേച്ചർ ശരിക്കും സെൻഡറിന്റെ ഓതന്റിസിറ്റി എൻഷുർ ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും അതിന് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ പറ്റണം. അത് നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും സിഗ്നേച്ചർ എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹാഷ് ഫംഗ്ഷന്റെ കൺസെപ്റ്റ് തന്നെയാണ്. നമ്മുടെ ഒരു മെസ്സേജ് ഇങ്ങോട്ട് എടുക്കുന്നു, ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു, അതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഹാഷ് കോഡ് അല്ലെങ്കിൽ വിളിക്കാവുന്ന മറ്റൊരു പേരാണ് മെസ്സേജ് ഡൈജസ്റ്റ്. ഇത് തന്നെയാണ് ശരിക്കും നിങ്ങളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ പ്രൊട്ടക്ഷൻ നമ്മൾ മാനിച്ചുകൊണ്ട്, അതായത് നമ്മുടെ സിഗ്നേച്ചറും പ്രൊട്ടക്റ്റഡ് ആവണം, സെക്യൂർ ആകണം, അതൊരിക്കലും ഒരാളുടെ കയ്യിൽ എത്തിപ്പെടരുത്, അതാൻ ദ റിസീവർ എന്നുള്ള ധാരണയിലുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽ ബി എൻക്രിപ്റ്റിംഗ് ദാറ്റ് സെയിം സിഗ്നേച്ചർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സെൻഡേഴ്സ് പ്രൈവറ്റ് കീ. ഓക്കെ, സെൻഡേഴ്സ് പ്രൈവറ്റ് കീയുടെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും, അത് ഒന്നും കൂടി നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോസസ് ഓഫ് എൻക്രിപ്ഷൻ നമ്മൾ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സെൻഡർ സൈഡാണ് ഇത് റിസീവർ സൈഡാണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇപ്പൊ സെൻഡർ ആയിരിക്കും തീർച്ചയായിട്ടും എം എന്ന് പറയുന്ന മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ഹാഷ് ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, ഈ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഒരിക്കലും ഹാഷ് ഫംഗ്ഷൻ മെസ്സേജിന് അപ്ലൈ ചെയ്യാൻ മറ്റൊരു ആട്രിബ്യൂട്ട് നമുക്ക് ആവശ്യമില്ല. The only and one and only input that has to be provided to the input
ഓഫ് ദ ഹാഷ് ഫംഗ്ഷൻ ആസ് എ മെസ്സേജ് ഇറ്റ് സെൽഫ്. നമ്മൾ വേറൊരു ഇൻപുട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, മെസ്സേജ് മാത്രം ഡയറക്ട്ലി ഹാഷ് ഫംഗ്ഷന് കൊടുത്താൽ മതി, നമുക്ക് എന്ത് കിട്ടും, ഒരു മെസ്സേജ് ഡൈജസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹാഷ് കോഡ് കിട്ടും. ശരിക്കും ഇത് തന്നെയാണ് നമ്മുടെ സിഗ്നേച്ചർ. ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ സിഗ്നേച്ചർ. പക്ഷെ ഇത് പ്രൊട്ടക്റ്റഡ് അല്ല എന്ന് ഫീൽ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സൈനിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു എൻക്രിപ്ഷൻ പ്രോസസ് അണ്ടർഗോ ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സെൻഡേഴ്സ് പ്രൈവറ്റ് കീ ഇറ്റ് സെൽഫ്. എന്നിട്ട് ആ എൻക്രിപ്റ്റഡ് സിഗ്നേച്ചർ ടുഗദർ വിത്ത് ദ മെസ്സേജ് വിൽ ബി സെൻഡ് ടു ദ റിസീവർ സൈഡ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓതന്റിസിറ്റി മാത്രമല്ല എൻഷുർ ചെയ്യുന്നത്, ഓതന്റിസിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്താണ്, ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. അത് പക്ഷെ സെക്യൂർഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ നെറ്റ്വർക്കിൽ കൂടെ പാസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് എന്താന്ന് കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് വെരിഫൈ ദ ഓതർ ഇൻ ദ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ദ സിഗ്നേച്ചർ. ശരിയല്ലേ? എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഡിജിറ്റൽ സിഗ്നേച്ചർ സാറ്റിസ്ഫൈ ചെയ്യണം, ഓതറിനെ വെരിഫൈ ചെയ്യണം. ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ദ സിഗ്നേച്ചർ, എപ്പോഴെങ്കിലും ഇഷ്യൂ ചെയ്യുന്ന സിഗ്നേച്ചേഴ്സ് ഒന്നും വാലിഡ് അല്ല. ഇത് എപ്പോൾ സൈൻ ചെയ്തു, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ലെറ്റർ എഴുതി, ഞാനൊരു ലെറ്റർ എഴുതുന്നു, എന്നിട്ട് ഞാനത് സൈൻ ചെയ്യുന്നു, കറക്റ്റ് ഡേറ്റ് ഞാൻ മാർക്ക് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ടൈമും സ്പെസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ ഈ ലെറ്റർ എന്ന് കണ്ട് ഞാൻ എന്ന് സൈൻ ചെയ്യുന്നു എന്നതിന്റെ ഡേറ്റും ടൈമും സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ പല ആവശ്യങ്ങൾക്കും വളരെയധികം റിലയബിൾ ഇൻഫർമേഷൻ ആയിട്ട് മാറിയേക്കും. അപ്പൊ ശ്രദ്ധിക്കാം, ഓതർ ആരാണ്, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ദ സിഗ്നേച്ചർ, അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യണം, വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഓതന്റിക്കേറ്റ് ദ കണ്ടന്റ് അറ്റ് ദ ടൈം ഓഫ് ദ സിഗ്നേച്ചർ. ദാറ്റ് മീൻസ് ഞാനിപ്പോൾ ഒരു ലെറ്റർ എഴുതി അതിന്റെ താഴെ സൈൻ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഞാൻ ഒരു ലെറ്റർ എഴുതിയിട്ട് അതിനകത്തുള്ള കണ്ടന്റ് ഞാൻ എഴുതിയത് തന്നെയാണ് എന്ന് ബോധിപ്പിച്ചുകൊണ്ടാണ് ഞാൻ താഴെ ഒരു സൈൻ ചെയ്യുന്നത്. ഇത് വേറൊരാളുടെ കയ്യിൽ എത്തുമ്പോൾ അതിനകത്ത് വേറെ കുറെ കൂടെ കണ്ടന്റ് ആഡ് ചെയ്ത്, അല്ലെങ്കിൽ അതിനകത്ത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന കണ്ടന്റ് കുറച്ച് മാനിപ്പുലേഷൻ വരുത്തുകയോ, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന കണ്ടന്റിൽ എന്തെങ്കിലും ഡിലീഷൻ വരുത്തുകയോ ചെയ്തിട്ട് അത് മറ്റൊരാളുടെ കയ്യിൽ എത്തിക്കുവാണെങ്കിൽ എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ ആ ലെറ്ററിന്? ഒരിക്കലുമില്ല. ഞാൻ എഴുതിയ കണ്ടന്റ് എന്താണോ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഞാനൊരു സൈൻ ചെയ്യുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു മാനിപ്പുലേഷൻ വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ എഴുതിയ ലെറ്റർ ഞാനാണെന്ന് അവകാശപ്പെടാൻ എനിക്ക് പറ്റില്ല. അപ്പൊ അതാണ് പറയുന്നത്, നമ്മുടെ കണ്ടന്റ് ഓഫ് ദ കണ്ടന്റ് നമ്മൾ സൈൻ ചെയ്യുന്ന സമയത്ത് ആ കണ്ടന്റിന്റെ ഓതന്റിസിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റണം. ഇറ്റ് മസ്റ്റ് ബി വെരിഫയബിൾ ബൈ തേർഡ് പാർട്ടീസ് ടു റിസോൾവ് ഡിസ്പ്യൂട്ട്സ്. മൂന്നാമതൊരാൾക്ക് വേണമെങ്കിൽ, മൂന്നാമതൊരാളെന്ന് വെച്ചാൽ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് the attackers also must be able to verify the digital signature. അറ്റാക്കേഴ്സിനല്ല, ട്രസ്റ്റഡ് ആയിട്ടുള്ള വളരെയധികം റീസണബിൾ ആയിട്ടുള്ള വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട എൻറ്റൈറ്റീസ് ഇതിനകത്ത് വരുന്നുണ്ട്. ആർബിറ്റേഴ്സ് പോലെയുള്ള എൻറ്റൈറ്റീസ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ട്രസ്റ്റഡ് തേർഡ് പാർട്ടീസ്. അവർക്ക് വേണ്ടി വന്നാൽ അവർക്കും ഇതുപോലെ ഈ പറയുന്ന ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഒരു ക്ലാഷും കൂടാതെ, ഒരു ഡിസ്പ്യൂട്ടും കൂടാതെ എന്ത് ചെയ്യാൻ പറ്റണം, വെരിഫൈ ചെയ്ത് ക്ലാരിറ്റി കൺഫേം ചെയ്യാൻ പറ്റണം. Okay, so that are the various properties that must be satisfied by the digital signature. Now, what are the requirements for a digital signature? Very important ആയിട്ടുള്ള ഒരു question ആണ്. What are the requirements for a digital signature? എന്തൊക്കെ requirement ഒരു digital signature അത്യാവശ്യം പാലിച്ചിരിക്കണം? Okay, it must be a bit pattern that depends on the message being signed. That is, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണത്. നിങ്ങളുടെ മെസ്സേജ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള മെസ്സേജ് ആയി ജസ്റ്റ്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സൈനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ പറയുന്നത് നിങ്ങൾ വേറൊരു മെസ്സേജ് ആണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ, ഓക്കെ, M1 എന്ന് പറയുന്ന മെസ്സേജ് ആണെങ്കിൽ മെസ്സേജ് ആയി ജസ്റ്റ് 1 അല്ലെങ്കിൽ സിഗ്നേച്ചർ 1 ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതേ പറയുന്ന നിങ്ങൾ തന്നെ വേറൊരു മെസ്സേജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് സെയിം സൈൻ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, യു ആർ ദ സെൻഡർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് യു വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ. ഒരു ലെറ്റർ നിങ്ങൾ എഴുതി, ആ ലെറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനകത്തുള്ള കണ്ടന്റ് എന്താണോ അതിനെ വെച്ചിട്ടാണ് നിങ്ങൾ സൈൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ മെസ്സേജിലെ കണ്ടന്റ് ആണ് ഹാഷ് ഫംഗ്ഷൻ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങളൊരു സൈൻ ജനറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ദ സെയിം പേഴ്സൺ ഇസ് ഗോയിങ് ടു സെൻഡ് അനദർ മെസ്സേജ്. M2 എന്ന് പറയുന്ന മറ്റൊരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നെങ്കിൽ ഇതേപോലെ M2 എന്ന് പറയുന്ന മെസ്സേജിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് സൈൻ ജനറേറ്റ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദ മെസ്സേജ് യു ആർ ഗോയിങ് ടു ജനറേറ്റ് എ ഡിഫറെന്റ് സൈൻ. And if the same person is going to generate any other message, third message, then naturally corresponding to that third message another signature will be generated, because only based on that particular message you will be able to generate the sign. മനസ്സിലായി? മെസ്സേജിനെ മാത്രം പ്യൂർലി ഫോക്കസ് ചെയ്തിട്ടാണ് സൈൻ ചെയ്യുന്നത്, സെൻഡറിന്റെ വേറൊരു ആട്രിബ്യൂട്ട്സ് വെച്ചിട്ടല്ല. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞു വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ഇറ്റ് മസ്റ്റ് യൂസ് സം ഇൻഫർമേഷൻ യുണീക് ടു ദ സെൻഡർ. മനസ്സിലായോ? സെൻഡറിനെ മാത്രം അറിയാവുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുപോലെ സെൻഡറിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്യുന്നില്ലേ, ഇറ്റ് ഈസ് യുണീക് ഓൺലി ടു ദ സെൻഡർ. ഓക്കെ, ഇനി ഇറ്റ് മസ്റ്റ് ബി റിലേറ്റീവ്ലി ഈസി ടു പ്രൊഡ്യൂസ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ശരിയാണ്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഉണ്ടാക്കാൻ പറ്റണം. ഓക്കെ, അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. അങ്ങനെ അത്ര ബുദ്ധിമുട്ടി ഉണ്ടാക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരു മടി കാണിക്കും. എല്ലാവരും ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ കൺസെപ്റ്റ് ഫോളോ ചെയ്യാൻ
താമസമെടുക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോബ്ലംസ് വരും. അതിനനുസരിച്ച് നമുക്ക് ഓതന്റിസിറ്റി എൻഷുർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യും. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി റിലേറ്റഡ് ഈസി ടു റെക്കഗ്നൈസ് ആൻഡ് വെരിഫൈ ഡിജിറ്റൽ സിഗ്നേച്ചർ.